ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. രഞ്ജിത്ത്, അപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ അവിടെ നിന്ന് സംസാരിച്ച മലയാളികൾ ഏത് സമയത്തും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിരുന്നു. അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലായിരുന്നു. ഇപ്പോൾ ഏത് സ്ഥലത്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ്? ഏറ്റവും പുതിയ വിവരം, ഇറാന്റെ ആക്രമണം ഇസ്രായേൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മഞ്ജുഷ്. ലൗഡ് എക്സ്പ്ലോഷൻസ് ഇൻ ദ ഗലീലി ഏരിയ എന്നാണ് ഇപ്പോൾ IDFന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. 2 മിസൈലുകൾ ഇറാനിലേക്ക് വന്നു. അത് ഈ ഗലീലി ഏരിയയിലേക്കാണ് ഈ മിസൈലുകൾ എത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മിസൈലുകളിൽ 2 എണ്ണത്തിനെയും പ്രതിരോധിക്കാൻ സാധിച്ചു എങ്കിൽ പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വിവരം കൂടി IDF പറയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ചില സ്ഥലങ്ങളിൽ എക്സ്പ്ലോഷൻസ് കേട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ IDF നൽകുന്ന പശ്ചാത്തലമുണ്ട്. IDF ഐഡന്റിഫൈഡ് മിസൈൽസ് ലോഞ്ച്ഡ് ഫ്രം ഇറാൻ ടുവേർഡ്സ് ദ ടെറിട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. ഡിഫൻസ് സിസ്റ്റം ആർ ഓപ്പറേറ്റിംഗ് ടു ഇന്റർസെപ്റ്റ് ദ ത്രെറ്റ് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റം അത് ആ തരത്തിൽ പ്രത്യാക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ തരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ മിസൈലുകൾ പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ പൗരന്മാർക്ക് നൽകുന്നു. കൂടുതൽ സൈറനുകൾ ഇസ്രായേലിന്റെ പല ഭാഗത്തും മുഴങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ആളുകളോട് മുഴുവൻ ആരും ഒരാൾ പോലും പബ്ലിക് പ്ലേസുകളിലേക്ക് ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പുണ്ട്. നമുക്കറിയാം, ബങ്കർ അധിഷ്ഠിത സംവിധാനം ഇസ്രായേലിലുണ്ട്. ആ ബങ്കറുകളിലേക്ക് പൂർണ്ണമായും ആളുകൾ മാറിയ പശ്ചാത്തലമുണ്ട്. അപ്പോൾ റിസീവിംഗ് ആൻ അലർട്ട്, ദ പബ്ലിക് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു എൻറ്റർ ദ പ്രൊട്ടക്റ്റഡ് സ്പേസ് ആൻഡ് റിമെയിൻ ദർ അൺടിൽ ഫർദർ നോട്ടീസ്. ലീവിംഗ് പ്രൊട്ടക്റ്റഡ് സ്പേസ് ഈസ് പെർമിറ്റഡ് ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇപ്പോൾ തന്നെ ആളുകളോട് പൂർണ്ണമായും ആ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്ന, IDF നൽകിയിരിക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നു. അതിനോട് ഇസ്രായേലും അമേരിക്കയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഒരുപക്ഷെ മറ്റു തരത്തിലുള്ള ആക്രമണം അമേരിക്ക ആരംഭിച്ചാൽ, അത് ഇറാനുമായി ബന്ധപ്പെട്ട് കരയുദ്ധവും കടൽ യുദ്ധവും ആരംഭിച്ചാൽ യുദ്ധത്തിന്റെ രീതി മാറും, ഭാവം മാറും. ഏതാണ്ട് പൂർണ്ണമായും ഇറാന്റെ നാശത്തിലേക്ക് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു മുൻപ് ഉള്ള പ്രത്യാക്രമണത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ കടക്കുന്നത്. ഇനിയും പ്രതീക്ഷിക്കേണ്ടത് അമേരിക്കയുടെ മറ്റ് സൈനിക കേന്ദ്രങ്ങൾ, പശ്ചിമേഷ്യയിലും മറ്റുമുള്ള, മധ്യേഷ്യയിലും മറ്റുമുള്ള മറ്റ് സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളതാണ്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. അത്തരം നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെയും സമാനമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഖത്തറിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ച രാജ്യം കൂടിയാണ് ഇറാൻ. അതിന് തിരിച്ചടി നൽകുകയും മറ്റും അമേരിക്ക ചെയ്തിരുന്നു. അത്തരം അക്രമ ശ്രമങ്ങൾ ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് രഞ്ജിത്ത് രാമേന്ദ്രൻ നൽകിയത്. Sirens were sounded in several areas across the country following the identification of missiles launched from Iran towards Israel എന്നുള്ള കാര്യം IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു, തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ മിസൈൽ പായിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. അതുകൊണ്ടാണ് ഇക്കാര്യം IDF സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് ഒരു 3 മിനിറ്റ് മുൻപ് അവർ ആദ്യം പറഞ്ഞിരുന്നു, ഷോർട്ട് വൈൽ അഗോ ദ IDF ഐഡന്റിഫൈഡ് മിസൈൽസ് ലോഞ്ച്ഡ് ഫ്രം ഇറാൻ ടുവേർഡ്സ് ഇസ്രായേൽ എന്നുള്ള കാര്യം. 2 ട്വീറ്റുകൾ തുടർച്ചയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ IDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായിച്ചിട്ടുണ്ട്, പക്ഷേ അത് അയൺ ഡോം നിർവീര്യമാക്കി എന്നുള്ള കാര്യമാണ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ. ഇറാനിൽ നിന്ന് അയച്ച മിസൈലുകൾ നിർവീര്യമാക്കി എന്നുള്ള കാര്യം ഇസ്രായേൽ അവകാശപ്പെടുകയാണ്. ബങ്കറുകളിൽ സുരക്ഷിതരാണ് ഇസ്രായേലി ജനത എന്നുള്ള കാര്യമാണ് IDF തങ്ങളുടെ എക്സ് അക്കൗണ്ട് വഴി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്, പക്ഷേ മിസൈലുകൾ നിർവീര്യമാക്കിയിരിക്കുന്നു പതിവ് പോലെ ഇസ്രായേൽ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാന് നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഇറാനിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരുന്നു, ആണവ നിർവ്യാപനം നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ, ആണവായുധം ശേഖരിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മിസൈലുകൾ പായിച്ചത്, പക്ഷേ അത് നിർവീര്യമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ സുശക്തമായ അയൺ ഡോം എന്നുള്ള കാര്യം ഇസ്രായേലി പ്രതിരോധ സേനയും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൽ സൈറൺ മുഴങ്ങുന്ന ആ ശബ്ദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് സൈറൻസ് വെയർ സൗണ്ടഡ് ഇൻ സെവറൽ ഏരിയാസ് അക്രോസ് ദ കൺട്രി എന്നുള്ള കാര്യം IDF തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള സൈറണുകളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് സംസാരിച്ച മലയാളികളും പറഞ്ഞിരുന്നു, നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ്. ഏത് സമയത്തും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം അങ്ങനെ പ്രതീക്ഷിച്ചതാണ്, അങ്ങനെ ആശങ്കപ്പെട്ടതാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. പക്ഷേ അത് ആ മിസൈലുകൾ
അയൺ ഡോം സംവിധാനത്തിലൂടെ ഇസ്രായേൽ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ആക്രമണം ഇറാനിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം, അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ, മധ്യപൂർവേഷ്യയിൽ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തുമോ എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് അറിയുവാനുള്ളത്. എന്തായാലും ഇസ്രായേലിന് നേരെ മിസൈലുകൾ പായിച്ച് തിരിച്ചടി നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം ഇറാൻ അറിയിച്ചിരിക്കുന്നു. അതേസമയത്ത് തന്നെ ഞങ്ങളൊരു മുൻകരുതൽ ആക്രമണമാണ് നടത്തിയത് എന്നുള്ള കാര്യം ഇസ്രായേലും മുന്നറിയിപ്പിന്റെ രീതിയിൽ ഇറാന് നൽകിയിരിക്കുന്നു. വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് ലോകം പോവുകയാണ്. ഏകപക്ഷീയമായ ആക്രമണമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായതോടുകൂടി അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.